ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും ലക്ഷ്യയുടെ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. LDCയുടെ 3 ഘട്ട പരീക്ഷകൾ കഴിഞ്ഞിരിക്കുകയാണ്. ആദ്യത്തെ 2 ഘട്ടം കഴിഞ്ഞപ്പോഴും ചോദ്യങ്ങളുടെ ഉറവിടം കണ്ടെത്തിക്കൊണ്ട് യൂട്യൂബ് ചാനലിൽ വീഡിയോ ചെയ്തിരുന്നു. എന്നാൽ 3-ാം ഘട്ടം കഴിഞ്ഞപ്പോൾ ചോദ്യങ്ങളുടെ ഉറവിടത്തെ സംബന്ധിച്ചുള്ള വീഡിയോ ചെയ്തില്ലായിരുന്നു. അതിന്റെ കാരണം ആദ്യത്തെ 2 ഘട്ടത്തിലും പറഞ്ഞ അതേ മേഖലകളും അതേ SCRT ചാപ്റ്ററുകളും തന്നെയാണ് 3-ാം ഘട്ടത്തിലും അടിസ്ഥാനമായി വന്നിരുന്നത്. അതുകൊണ്ട് തന്നെ ആ റിപ്പീറ്റേഷൻ ഒഴിവാക്കാൻ വേണ്ടിയാണ് 3-ാം ഘട്ടത്തിൽ സോഴ്സ് വീഡിയോ ചെയ്യാത്തത്. ഉറവിടങ്ങളെ സംബന്ധിക്കുന്ന വീഡിയോസ് കൃത്യമായി കാണുന്ന ഉദ്യോഗാർത്ഥികൾ നിരന്തരം നമ്മുടെ യൂട്യൂബ് ചാനൽ കമന്റ് ചെയ്യുന്നുണ്ട്, 3-ാം ഘട്ടത്തിലെയും സോഴ്സ് വീഡിയോ ആവശ്യമാണെന്ന് പറഞ്ഞു. പക്ഷേ നമ്മൾ ഈ സെഷനിൽ ഡിസ്കസ് ചെയ്യുന്നത് ഈ 3 ഘട്ടം കഴിഞ്ഞപ്പോഴും ഏറ്റവും കൂടുതൽ പ്രാധാന്യം അർഹിക്കുന്ന ചില ചോദ്യ മേഖലകളുണ്ട്. ഇനി ബാക്കി വരുന്ന ഘട്ടങ്ങളിൽ, അതായത് സെപ്റ്റംബർ 7-നാണ് അടുത്ത പരീക്ഷ. അത് വളരെ കുറച്ച് ദിവസങ്ങൾ ഇനി നമ്മുടെ മുമ്പിലുള്ളൂ. സെപ്റ്റംബർ 7-ന് ശേഷമുള്ള അടുത്ത ഘട്ടങ്ങൾക്ക് കുറച്ച് സമയം നമുക്ക് ലഭ്യമാണ്. അപ്പൊ അതുകൊണ്ട് ആ ഉദ്യോഗാർത്ഥികളെയും കൂടെ കണക്കിലെടുത്തുകൊണ്ട് നിലവിൽ നമ്മുടെ LDC ചോദ്യപേപ്പർ വിലയിരുത്തുമ്പോൾ വളരെ പ്രാധാന്യം അർഹിക്കുന്ന ചില മേഖലകൾ നമ്മൾ ഡിസ്കസ് ചെയ്യുകയാണ്. ഈ മേഖലകൾ നിങ്ങൾ പഠിക്കാൻ ശ്രമിക്കുക. ഈ മേഖലകൾ മാത്രം പരീക്ഷയ്ക്ക് ചോദിക്കുമെന്ന് പറയുന്നില്ല, പക്ഷെ നിങ്ങൾ എന്തായാലും പഠിക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങൾ ആദ്യം പഠിച്ചു തീർക്കേണ്ട ചില മേഖലകളാണ് പരിചയപ്പെടുത്തുന്നത്. ഇതിന് അടിസ്ഥാനമായത് കഴിഞ്ഞ 3 ഘട്ടങ്ങളിലെയും ചോദ്യ പേപ്പറുകളാണ്. അത് വിശകലനം ചെയ്തിട്ടാണ് ഈ മേഖലകൾ പരിചയപ്പെടുത്തുന്നത്. ഓൾറെഡി ഇത് പഠിച്ചിട്ടുള്ളവർ ഒന്നുകൂടി റിവിഷൻ ചെയ്യുക. ഇതുവരെയും ഇതിലെ ഒരു മേഖല പോലും നോക്കിയിട്ടില്ലെങ്കിൽ നിങ്ങൾ ഉറപ്പായിട്ടും അടുത്ത ഘട്ട പരീക്ഷയ്ക്ക് പോകുന്നവർ ഈ മേഖലകൾ പഠിച്ചിട്ട് പോവുക. ചില മേഖലകളിലെ SCRT ചാപ്റ്ററും കൂടെ പറഞ്ഞു തരാം, അതും കൂടി നോക്കിയിട്ട് പോകുന്നത് നിങ്ങൾക്ക് ഉപകാരപ്പെടും. ഓക്കെ, അപ്പോ LDC 2024 ആവർത്തിക്കുന്ന ചോദ്യ മേഖലകൾ. ഒന്നാമത്തെ മേഖല ചരിത്രമാണ്. ചരിത്രത്തിലെ ചോദ്യങ്ങൾ പരിശോധിക്കുമ്പോൾ 3 മേഖലകളിൽ നിന്നാണ് ചോദ്യങ്ങൾ കണ്ടുവരുന്നത്. ഒന്ന്, ഗാന്ധിജിയും ദേശീയ സ്വാതന്ത്ര്യ സമരവും. ഗാന്ധിജിയുടെ കാലഘട്ടത്തിൽ നടന്ന സ്വാതന്ത്ര്യ സമര മുന്നേറ്റങ്ങൾ എന്ന് പറയുന്ന മേഖല. അതുപോലെ ലോക ചരിത്രത്തിലെ വിപ്ലവങ്ങൾ. അത് വളരെ ഷാർപ്പായിട്ട് പഠിച്ചിട്ട് പോയാൽ നമുക്ക് ആ മാർക്ക് കിട്ടും. ലോക ചരിത്രത്തിലെ വിപ്ലവങ്ങൾ. പിന്നെ കേരളത്തിലെ സാമൂഹിക പരിഷ്കരണം. പിന്നെ ലോക ചരിത്രത്തിലെ വിപ്ലവങ്ങൾ എന്ന് പറയുമ്പോൾ ചിലപ്പോൾ വിപ്ലവത്തിൽ നിന്ന് ചോദ്യം ഉണ്ടാവില്ല, എങ്കിൽ പിന്നെ ഉറപ്പാണ് UNOയിൽ നിന്നായിരിക്കും ചോദ്യം വരുന്നത്. അപ്പോൾ UNOയും ലോക ചരിത്രത്തിലെ വിപ്ലവങ്ങൾ ഉറപ്പായിട്ട് പഠിച്ചാൽ നിങ്ങൾക്ക് 1 മാർക്ക് ഷുവർ ആയിട്ട് കിട്ടും ഇനിയുള്ള ഘട്ടങ്ങളിൽ. പിന്നെ അടുത്ത 2 മേഖലകളാണ് ഈ ഗാന്ധിജിയും ദേശീയ സ്വാതന്ത്ര്യ സമരവും കേരളത്തിലെ സാമൂഹിക പരിഷ്കരണം, ഇവയൊക്കെ. ഇനി നിങ്ങൾ സ്കൂൾ ടെക്സ്റ്റ് ബുക്കാണ് പഠിക്കുന്നതെങ്കിൽ ഇത്രയും അധ്യായം അങ്ങ് പഠിച്ചാൽ നമുക്ക് മാർക്ക് ഉറപ്പിക്കാൻ കഴിയും. ഒന്ന്, 10-ാം ക്ലാസ്സിലെ സമരവും സ്വാതന്ത്ര്യവും എന്ന് പറയുന്ന ചാപ്റ്റർ. അതേ ക്ലാസ്സിലെ തന്നെ സംസ്കാരവും ദേശീയതയും ബ്രിട്ടീഷ് ചൂഷണവും ചെറുത്തുനിൽപ്പും. ഇത് 3 നല്ലതായിട്ട് പഠിക്കുക. അതിനു പുറമെ ലോകത്തെ സ്വാധീനിച്ച വിപ്ലവങ്ങൾ എന്ന് പറയുന്ന ടോപ്പിക്, അതിൽ നിന്ന് വിപ്ലവങ്ങളുടെ ചോദ്യങ്ങൾ നിങ്ങൾക്ക് ആൻസർ ചെയ്യാൻ കഴിയും. പിന്നെ കേരളം ആധുനികതയിലേക്ക്, അതായത് ഈ കേരളത്തിലെ സാമൂഹിക പരിഷ്കരണം, നവോത്ഥാന നായകരും സാമൂഹിക പരിഷ്കരണവുമായി ബന്ധപ്പെട്ട മുന്നേറ്റങ്ങളും. അങ്ങനെ കേരളം ആധുനികതയിലേക്ക് എന്ന അധ്യായം കൂടി കൃത്യമായി പഠിക്കാൻ ശ്രമിക്കുക. ഇനി 7-ാം തീയതി പരീക്ഷ നടക്കുന്ന ഉദ്യോഗാർത്ഥികളുടെ മുന്നിൽ ഒരുപാട് സമയമില്ല, പക്ഷേ അടുത്ത ഘട്ടങ്ങളിൽ എഴുതുന്നവർക്ക് ഇത് പഠിച്ച് കവർ ചെയ്യാൻ പറ്റും. നല്ല മാർക്ക് സ്കോർ ചെയ്യാൻ നിങ്ങൾക്ക് ഹിസ്റ്ററിക്ക് കഴിയും. ഓക്കെ, അത് കഴിഞ്ഞാൽ പിന്നെ വരുന്നത് ജോഗ്രഫിയാണ്. ജോഗ്രഫിയെ സംബന്ധിച്ച് ചോദ്യങ്ങൾ വിവിധ മേഖലകളിൽ നിന്ന് വരുന്നുവെങ്കിലും ചോദ്യപേപ്പർ വിശകലനം ചെയ്യുമ്പോൾ കാണാൻ കഴിയുന്നത് അന്തരീക്ഷവും അന്തരീക്ഷ പാളികളുമാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു മേഖല. പിന്നെ ഇന്ത്യൻ ഭൂപ്രകൃതിയിൽ എസ്പെഷ്യലി പീഠഭൂമികൾ വളരെ നല്ല രീതിയിൽ ചോദിക്കുന്നുണ്ട്. അപ്പൊ ഉപദ്വീപീയ പീഠഭൂമികൾ കൃത്യമായി പഠിക്കുന്നത് നിങ്ങൾക്ക് നല്ലതായിരിക്കും. അപ്പൊ പ്രധാനമായിട്ടും 2 മേഖല സജസ്റ്റ് ചെയ്യാൻ പറഞ്ഞാൽ അന്തരീക്ഷവും ഇന്ത്യൻ ഭൂപ്രകൃതി പീഠഭൂമികൾ തന്നെയാണ് ഏറ്റവും പ്രധാനപ്പെട്ട മേഖല എന്ന് പറയുന്നത്. ഇനി നിങ്ങൾ ജോഗ്രഫി നിലവിലുള്ള ഘട്ടങ്ങൾ എല്ലാം പരിശോധിച്ചപ്പോഴും 10-ാം ക്ലാസ് വരെയുള്ള ജോഗ്രഫി പാഠപുസ്തകങ്ങളിൽ നിന്ന് തന്നെയാണ് ചോദ്യങ്ങൾ ചോദിച്ചിരിക്കുന്നത്. സോ വൈവിധ്യങ്ങളുടെ ഇന്ത്യ എന്ന അധ്യായം വളരെ വൃത്തിയായി പഠിക്കാൻ ശ്രമിക്കുക. 10-ാം ക്ലാസ്സിൽ നല്ലതായിട്ട് 1 വരി പോലും വിട്ടുപോവാതെ വൈവിധ്യങ്ങളുടെ ഇന്ത്യ എന്ന 10-ാം ക്ലാസ്സിലെ ചാപ്റ്റർ 1 വരി പോലും വിട്ടുപോകാതെ സാമ്പത്തിക ഭൂമിശാസ്ത്രം എന്ന 10-ാം ക്ലാസ്സിലെ അധ്യായം, ഇന്ത്യ സാമ്പത്തിക ഭൂമിശാസ്ത്രം. പിന്നെ ഭൂമിയുടെ പുതപ്പ് എന്ന് പറയുന്ന 8-ാം ക്ലാസ്സിലെ അധ്യായം. അത് പഠിക്കുമ്പോൾ ഈ അന്തരീക്ഷ പാളികളെ കുറിച്ചുള്ള ചോദ്യങ്ങളിൽ നിങ്ങൾക്ക് മാർക്ക് നേടാൻ കഴിയും. ഇതാണ് ഭൂമിശാസ്ത്രവുമായി ബന്ധപ്പെട്ട് നിങ്ങളോട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനുള്ള കാര്യം. അതിനുശേഷം എക്കണോമിക്സിൽ ഏറ്റവും ലീഡിംഗ് ആയി നിൽക്കുന്ന ചാപ്റ്റർ നവസാമ്പത്തിക പരിഷ്കാരങ്ങൾ എന്ന മേഖലയാണ്. പിന്നെ അതോടൊപ്പം ഹരിത വിപ്ലവം, നീതി ആയോഗ്, ഈ 3 മേഖലകളാണ് പരീക്ഷയ്ക്ക് റിപ്പീറ്റ് ചെയ്ത് ചോദിച്ചുകൊണ്ടിരിക്കുന്നത്.
അപ്പൊ എക്കണോമിക്സിന് +1 +2 വരെ ചോദ്യങ്ങൾ വരാറുണ്ട്. പക്ഷെ ഇനി ചുരുങ്ങിയ സമയത്തിനുള്ളിൽ ഹയർ സെക്കൻഡറിയിലെ എക്കണോമിക്സ് പുസ്തകം പഠിക്കുക എന്ന് പറഞ്ഞാൽ നിങ്ങളെ സംബന്ധിച്ച് കുറച്ച് ബുദ്ധിമുട്ടുള്ള ഒരു കാര്യമാണ്. അതുകൊണ്ട് പരമാവധി നിങ്ങളുടെ നോട്ട്സോ റാങ്ക് ഫയലോ പഠിക്കുക. അതോടൊപ്പം ലക്ഷ്യയുടെ തന്നെ യൂട്യൂബ് ചാനലിൽ എക്കണോമിക്സിന്റെ ക്ലാസ്സുകൾ നിങ്ങൾ PQ പർവം എന്ന പ്ലേലിസ്റ്റ് എടുത്ത് നോക്കിയാൽ കാണാൻ കഴിയും. ആ സീരീസിൽ വരുന്ന എല്ലാ എക്കണോമിക്സ് ക്ലാസ്സുകളും യൂട്യൂബ് ക്ലാസ്സുകളും കാണുന്നത് നിങ്ങൾക്ക് മാർക്ക് ഉറപ്പിക്കാൻ സഹായിക്കും. അത് വളരെ ശ്രദ്ധിക്കുക. ഓക്കെ, അതിനുശേഷം ഭരണഘടനയുടെ ചോദ്യങ്ങൾ പരിശോധിക്കുമ്പോൾ 4 മേഖലകളാണ് റിപ്പീറ്റ് ചെയ്ത് വന്നുകൊണ്ടിരിക്കുന്നത്. ഒന്ന്, നിയമനിർമ്മാണ സഭ. വളരെ നല്ല രീതിയിൽ പഠിക്കുക കേട്ടോ. നിയമനിർമ്മാണ സഭ നല്ലതായിട്ട് പഠിക്കുക. അതിനുവേണ്ടി നിങ്ങൾ ആധാരമാക്കേണ്ടത് +1 പൊളിറ്റിക്കൽ സയൻസിലെ 1ാമത്തെ അധ്യായമായ കോൺസ്റ്റിറ്റ്യൂഷൻ വൈ ആൻഡ് ഹൗ എന്ന അധ്യായമാണ്. അതിനകത്ത് നിയമനിർമ്മാണ സഭയുമായി ബന്ധപ്പെട്ട മേഖലകളിൽ നിന്നുള്ള ചോദ്യങ്ങൾ നിങ്ങൾക്ക് കിട്ടും. അതുപോലെ തന്നെ കടമെടുത്ത ആശയങ്ങൾ ഇപ്പോൾ 2 പരീക്ഷകൾ ചോദിച്ചു. അടുത്ത പരീക്ഷയിൽ ചോദിക്കില്ലെന്ന് ഉറപ്പില്ല, എന്നാലും അതൊരു പ്രധാനപ്പെട്ട മേഖലയാണ്, അത് പഠിക്കുക. തെരഞ്ഞെടുപ്പ് സംവിധാനം വൃത്തിയായി പഠിക്കുക. അതായത് എങ്ങനെ തെരഞ്ഞെടുപ്പിന്റെ വിവിധ രീതികൾ എന്താണ്, പ്രസിഡന്റ് തെരഞ്ഞെടുപ്പ് എങ്ങനെയാണ്, ഉപരാഷ്ട്രപതി തെരഞ്ഞെടുപ്പ് എങ്ങനെയാണ്, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ പഠിക്കുക. അതിനുവേണ്ടി നിങ്ങൾ പഠിക്കേണ്ട അധ്യായം +1 ഇലക്ഷൻ ആൻഡ് റെപ്രസെന്റേഷൻ എന്ന അധ്യായം വളരെ നല്ലതായിട്ട് വായിച്ചു വിടുക. +1 നിന്നാണ് ഈ ചോദ്യങ്ങൾ വരുന്നത്. പിന്നെ പ്രധാനപ്പെട്ട ഭേദഗതികൾ വൃത്തിയായി പഠിച്ചിട്ട് പോവുക. ഓക്കെ, നെക്സ്റ്റ് കേരളവും ഭരണവും ഭരണ സംവിധാനങ്ങളും. കൃത്യമായി ചോദ്യപേപ്പർ അനലൈസ് ചെയ്ത് കഴിഞ്ഞാൽ ഒരു മേഖലയിൽ നിന്ന് മാത്രം ചോദ്യം വരും എന്ന് പറയാൻ കഴിയാത്ത ഒരു ടോപ്പിക്കാണ് ഭരണവും ഭരണ സംവിധാനവും. ഇപ്പൊ എക്സാമ്പിൾ, നമുക്ക് അവസാന ഘട്ടത്തിൽ ദുരന്ത നിവാരണ അതോറിറ്റിയിൽ നിന്ന് ചോദ്യം ഉണ്ടായിരുന്നു. തിരുവനന്തപുരത്തും ചോദ്യം ഉണ്ടായിരുന്നു, 3ാം ഘട്ടത്തിലും ചോദ്യം ഉണ്ടായിരുന്നു. അപ്പൊ ഇതൊരു ഇമ്പോർട്ടന്റ് ചാപ്റ്റർ ആയിട്ട് എടുക്കാം. തണ്ണീർത്തട സംരക്ഷണവുമായി ബന്ധപ്പെട്ട് ചോദ്യം ഉണ്ടായിരുന്നു. പിന്നെ സംസ്ഥാന സിവിൽ സർവീസ് ഖാദി ബോർഡ് LDക്ക് ഇതിൽ നിന്നാണ് ചോദ്യം ഉണ്ടായിരുന്നത്. അതുപോലെ തന്നെ വിവിധ പദ്ധതികളെ കുറിച്ച് തിരുവനന്തപുരം ജില്ലയിൽ ചോദ്യം ഉണ്ടായിരുന്നു. ഭൂപരിഷ്കരണം ചോദ്യം വന്നിട്ടുണ്ട് LDCക്കെല്ലാം. അപ്പൊ ഇതിൽ ഏതാണ് ഇമ്പോർട്ടന്റ് എന്ന് അങ്ങനെ എടുത്തു പറയാൻ പറ്റില്ല, കാരണം ഇതിലുള്ള എല്ലാത്തിൽ നിന്നും ചോദ്യം വരുന്നുണ്ട്. എങ്കിലും ദുരന്ത നിവാരണ അതോറിറ്റിയും ഭൂപരിഷ്കരണവും തണ്ണീർത്തട സംരക്ഷണവും വൃത്തിയായി പഠിക്കുക. ടോപ്പ് 3 ആയിട്ട് സജസ്റ്റ് ചെയ്യാനുള്ള ഈ 3 ടോപ്പിക്കേ ഉള്ളൂ. പക്ഷേ ഭരണ സംവിധാനത്തെ ഞാൻ അങ്ങനെ ഒരു പ്രധാനപ്പെട്ട മേഖലകളായി ചുരുക്കുന്നില്ല, കാരണം എല്ലാ മേഖലയിൽ നിന്ന് റിപ്പീറ്റ് ചെയ്ത് ചോദ്യം വരുന്നുണ്ട്. ഇമ്പോർട്ടന്റ് ചോദിച്ചാൽ ദുരന്ത നിവാരണം, തണ്ണീർത്തടം, ഭൂപരിഷ്കരണം, പിന്നെ തൊഴിൽ പദ്ധതികളും കൂടെ നോക്കിക്കൊണ്ടുപോയാൽ നല്ലതായിരിക്കും. ഓക്കെ, അതിനുശേഷം വരുന്നത് ബയോളജി എന്നൊരു 5 മാർക്കിനുള്ള ചോദ്യം നിങ്ങൾക്ക് ഉറപ്പിക്കാൻ കഴിയും. പ്രധാന ടോപ്പിക്ക് മനുഷ്യ ശരീരവും അല്ലെങ്കിൽ ശരീരവുമായി ബന്ധപ്പെട്ട് വരുന്ന അസുഖങ്ങളൊക്കെയാണ്. അപ്പൊ നിങ്ങൾ അതിന് ചെയ്യേണ്ടത് SCERTയിൽ ഞാൻ സജസ്റ്റ് ചെയ്യുന്ന ഈ 5 അധ്യായങ്ങൾ നല്ലതായി പഠിക്കാൻ വേണ്ടി ശ്രമിക്കുക. നിങ്ങൾ ഓൾറെഡി ഒക്കെ പഠിച്ചിട്ടുണ്ടാവും, എങ്കിലും റിവിഷൻ ചെയ്യുന്നവർ റിവിഷൻ ചെയ്യുക. ഒന്ന്, 10ാം ക്ലാസ്സിലെ സമസ്ഥിതിക്കായുള്ള രാസ സന്ദേശം എന്ന് പറയുന്ന ചാപ്റ്റർ, 9ാം ക്ലാസ്സിലെ വിസർജനം സമസ്ഥിതി പരിപാലനത്തിന് എന്ന ചാപ്റ്റർ, അറിവിന്റെ വാതായനങ്ങൾ എന്ന 10ാം ക്ലാസ്സിലെ ചാപ്റ്റർ, ആഹാരം അന്നപഥത്തിൽ എന്ന ചാപ്റ്റർ, അകറ്റി നിർത്താം രോഗങ്ങളെ. ഈ 5 ചാപ്റ്റർ സാധാരണ രീതിയിൽ പഠിക്കുകയാണെങ്കിൽ ഒരു സാധാരണ പരീക്ഷയിൽ നിങ്ങൾക്കൊരു 4-5 മാർക്ക് ഇതിൽ നിന്ന് തന്നെ കിട്ടാൻ സാധ്യത ഉണ്ട്. നിങ്ങൾ ബയോളജി പഠിക്കുമല്ലോ എന്തായാലും, അപ്പൊ നിങ്ങൾ ആദ്യം ഈ 5 ചാപ്റ്റർ പ്രിഫർ ചെയ്ത് തന്നെ പഠിക്കാൻ വേണ്ടി ശ്രമിക്കുക. അതിനുശേഷം കെമിസ്ട്രിയിലോട്ട് പോയാൽ പ്രധാന ചോദ്യ മേഖല എന്ന് പറയാൻ പറ്റുന്നത് ലോഹങ്ങൾ മാത്രമാണ്. മസ്റ്റായിട്ട് നിങ്ങൾ പഠിച്ചിരിക്കേണ്ട 2 ചാപ്റ്റർ, ഇത് മസ്റ്റ് ആണ് കേട്ടോ, നിർബന്ധമായിട്ട് ഞാൻ പറയണം, ഓപ്ഷൻ എന്ന് പറയുന്നില്ല, നിർബന്ധം എന്ന് പറയുന്നത്. ഒന്ന്, 10ാം ക്ലാസ്സിലെ ലോഹ നിർമ്മാണം എന്ന ചാപ്റ്റർ കൃത്യമായി പഠിക്കുക. പീരിയോഡിക് ടേബിളും ഇലക്ട്രോൺ വിന്യാസവും എന്ന് പറയുന്ന മേഖല വളരെ വൃത്തിയായി പഠിക്കുക. ഇത് രണ്ടും വീണ്ടും ഞാൻ റിമൈൻഡ് ചെയ്യിപ്പിക്കുന്നത് നിർബന്ധമായിട്ടും പഠിക്കുക. അതിനുശേഷം ഫിസിക്സിലോട്ട് പോകുമ്പോൾ സ്ഥിരം വരുന്ന മേഖല പ്രവൃത്തി, ഊർജം, പവറാണ്. ഇനി അടുത്ത പരീക്ഷയ്ക്ക് വരുമോ ഇല്ലെന്ന് ഉറപ്പ് പറയാൻ പറ്റില്ല, എങ്കിലും നിലവിൽ ഇതാണ് താരം. അതിനുവേണ്ടി നിങ്ങൾ 9ാം ക്ലാസ്സിലെ പ്രവൃത്തി, പവർ, ഊർജ്ജം പഠിക്കുക. അതിനോടൊപ്പം ഗുരുത്വാകർഷണം എന്നുള്ള ചാപ്റ്റർ കൂടെ നോക്കിയിട്ട് പോകണം. ചിലപ്പോൾ അടുത്ത പരീക്ഷയ്ക്ക് ഇതിൽ നിന്ന് ചോദ്യം വരെ ഏത് ഗുരുത്വാകർഷണം 9ാം ക്ലാസ്സിലെ ചാപ്റ്ററാണ്. അതിനുശേഷം നിയമങ്ങൾ, കമ്മീഷനുകൾ. ഒരു ഉദ്യോഗാർത്ഥി ആദ്യം PSC പഠിക്കാനായി വരുമ്പോൾ അവർക്ക് ഏറ്റവും ബുദ്ധിമുട്ടായിട്ട് തോന്നുന്ന ടോപ്പിക്കാണ് ഈ നിയമങ്ങളും കമ്മീഷനുകളൊക്കെ. പക്ഷെ ഒരു കാര്യം പറയട്ടെ, LDCയുടെ ചോദ്യപേപ്പറുകൾ നിങ്ങൾ നിരീക്ഷിച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് കൃത്യമായിട്ട് അറിയാൻ പറ്റും. നിയമങ്ങളൊക്കെ ഒരുവിധം നല്ലതായിട്ട് നോക്കിയിട്ട് പോയാൽ ആ മാർക്ക് നിങ്ങൾക്ക് നിശ്ചയമായിട്ടും കിട്ടും. അപ്പോൾ അതുകൊണ്ട് ഒരു ഉപേക്ഷയും വിചാരിക്കാതെ പോക്സോ ആക്ട്, കൺസ്യൂമർ പ്രൊട്ടക്ഷൻ ആക്ട്, ഡൊമസ്റ്റിക് വയലൻസ് ആക്ട്, ഹ്യൂമൻ റൈറ്റ്സ് കമ്മീഷൻ, നാഷണൽ വിമൻസ് കമ്മീഷൻ, ഇത്രയും പഠിച്ചിട്ടേ പോവാം. നിർബന്ധമാണ്, മസ്റ്റ് സ്റ്റഡി എന്നാണ് സജസ്റ്റ് ചെയ്യുന്നത്. മസ്റ്റ് ആയിട്ട് പഠിച്ചിട്ട് പോവാം. പിന്നെ നമ്മൾ വിഷമിക്കേണ്ടി വരില്ല, ആക്ടിന്റെ മാർക്ക് ഇതിൽ നിന്ന് കിട്ടും. ഓക്കെ, പിന്നെ കലാ, സാഹിത്യം, സ്പോർട്സ്, അത് പ്രധാനപ്പെട്ട മേഖല എന്ന് പറയാൻ പറ്റില്ല, ഡിഫറൻ്റ് ആയിട്ടുള്ള ചോദ്യ മേഖലയിൽ നിന്നാണ് വരുന്നത്. എന്നാലും കായിക പുരസ്കാരങ്ങൾ കൃത്യമായി പഠിച്ചിട്ട് പോവുക. കേരളത്തിന്റെ തനത് കലാരൂപങ്ങൾ, മോഹിനിയാട്ടം, കഥകളി, മുടിയേറ്റ്, കൂടിയാട്ടം, അത് വൃത്തിയായി പഠിച്ചിട്ട് പോവുക. അതോടൊപ്പം
പ്രധാന കൃതികളും രചയിതാക്കളും, പ്രധാന കൃതികൾ, മലയാളത്തിലെ പ്രധാനപ്പെട്ട കൃതികൾ, രചയിതാക്കൾ, നിങ്ങൾക്ക് പറ്റുമെങ്കിൽ പ്രധാനപ്പെട്ട കൃതികളും അതിലെ കഥാപാത്രങ്ങളും ഒന്ന് പഠിച്ചിട്ട് പോകുന്നത് നല്ലതായിരിക്കും. എല്ലാം നമുക്ക് ഇനി ചുരുങ്ങിയ സമയത്തിൽ കവർ ചെയ്യാൻ പറ്റില്ല എങ്കിലും പഠിക്കാൻ പറ്റുന്നവർക്ക് വേണ്ടി ഒരു നിർദ്ദേശം നൽകിയതാണ്. ഓക്കെ, അടുത്ത കറണ്ട് അഫയേഴ്സ് ഏറ്റവും ഇമ്പോർട്ടന്റ് ചന്ദ്രയാനും ആദിത്യ L1 ആണ്. അതായത് ISRO മിഷൻസ് എല്ലാം പഠിക്കുക. അതിൽ ചന്ദ്രയാൻ, ആദിത്യ L1 അത് കൃത്യമായി പഠിക്കാൻ ശ്രമിക്കുക. അതിനോടൊപ്പം ഹെഡ് ഓഫ് ദ ഓഫീസസ് ഇൻ ഇന്ത്യ, ഹെഡ് ഓഫ് ദ ഓഫീസസ് ഇൻ കേരള, സ്പോർട്സ്, പ്രധാനപ്പെട്ട സബ്മിറ്റ്സ്, പിന്നെ അതുപോലെ തന്നെ അവാർഡ്സ്, ഇത് ഇത്രയും നല്ലതായിട്ട് നോക്കിയിട്ട് പോണേ. അടുത്ത പരീക്ഷയ്ക്ക് ഇതിൽ നിന്ന് തന്നെ ചോദ്യം വരാൻ സാധ്യതയുണ്ട്. അപ്പോ 3ാം ഘട്ട വിശകലനത്തിന് വേണ്ടി കടക്കുന്നതിന് പകരം 3 ഘട്ടങ്ങളും കൂടെ ചേർത്തുകൊണ്ടുള്ള പ്രധാനപ്പെട്ട ചോദ്യ മേഖലകളാണ് ഞാൻ നിങ്ങളെ പരിചയപ്പെടുത്തിയത്. അടുത്ത ഘട്ടത്തിൽ പരീക്ഷ എഴുതുന്നവർക്ക് ഈ സെഷൻ ഉപയോഗപ്പെടും എന്ന് വിശ്വസിച്ചുകൊണ്ട് എല്ലാവർക്കും ആശംസകൾ നേർന്നുകൊണ്ട് ഈ സെഷൻ അവസാനിപ്പിക്കുന്നു. നന്ദി.